ലിസൺ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, കഴിഞ്ഞ പോർഷനിലും നമുക്ക് ഉണ്ടായിരുന്നത് കുറെ അനിമൽസിനെ കുറിച്ചായിരുന്നു. ദെൻ അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് ചാപ്റ്ററും വരുന്നത്. അവർ പെറ്റ്സ്, പെറ്റ് ആനിമൽസിനെ കുറിച്ച് പറയുന്ന ഒരു പോർഷൻ ആണ് അവർ പെറ്റ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ പോർഷൻ അവർ ആനിമൽ ഫ്രണ്ട്സ് ആയിരുന്നു. ദിസ് ഇസ് അവർ പെറ്റ്സ്. ഇറ്റ് ഈസ് അബൌട്ട് അനിമൽസ് ആൻഡ് അവർ പെറ്റ്സ്. ഇതും നമ്മുടെ പെറ്റ്സിനെ കുറിച്ചും നമ്മുടെ ആനിമൽസിനെ കുറിച്ചും ഒക്കെയുള്ള ഒരു പോർഷൻ ആണ്. കഴിഞ്ഞ പോർഷൻ നന്നായിട്ട് പഠിച്ചവർക്ക് എന്ത് ചെയ്യും, ഇത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും അല്ലെ. കുറെ ആനിമൽസിനെ, പെറ്റ് ആനിമൽസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പോർഷൻ ആണ് ഇത്. സോ okay, let me start. Are you ready? Yes? Yes or no? Yes. Okay, listen. This is about our pets. The portion is our pets. Our pets എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ വളർത്തു മൃഗങ്ങൾ. പെറ്റ്സ് എന്താണ്? വളർത്തു മൃഗങ്ങൾ. നമ്മൾ നമ്മുടെ വീട്ടില് നല്ല കെയർ ഒക്കെ കൊടുത്ത്, നന്നായിട്ട് ഫുഡൊക്കെ കൊടുത്ത്, നല്ല കെയർ കൊടുത്ത് നോക്കുന്ന നമ്മുടെ വളർത്തു മൃഗങ്ങളെയാണ് എന്ത് പറയാറ്? പെറ്റ്സ്. അവർ പെറ്റ്സ്, നമ്മുടെ പെറ്റ്സ്, നമ്മുടെ വളർത്തു മൃഗങ്ങൾ. നൈല, വാട്ട് ആർ യു ഡൂയിങ് ദേർ? ലിസൺ. ദെൻ ഫസ്റ്റ് എന്തുണ്ട്? എല്ലാ ചാപ്റ്ററിലും ഉള്ള പോലെ ഒരു ആക്ടിവിറ്റി അവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം അല്ലേ. സർക്കിൾ ദ ആനിമൽ യു വുഡ് ലൈക്ക് ടു കീപ് ആസ് എ പെറ്റ്. വാട്ട് വിൽ യു നെയിം ഇറ്റ്? ഇവിടെ കുറെ ആനിമൽസിന്റെ എന്തുണ്ട്? ഫോട്ടോസ് തന്നിട്ടുണ്ട്. ദെൻ സർക്കിൾ ദ ആനിമൽ യു വുഡ് ലൈക്ക് ടു കീപ് ആസ് യുവർ പെറ്റ്. നിങ്ങൾ ഇതില് നിങ്ങളുടെ പെറ്റ് ആയിട്ട് വളർത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ആനിമൽ ഉണ്ടെങ്കിൽ അത് ഏതാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടില് വളർത്താനായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ആനിമലിന് വേണമെങ്കിൽ നിങ്ങൾ ഏതിനെയാണ് സെലക്ട് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. നോർമലി നമ്മൾ പെറ്റ്സ് ആയിട്ട് ഏതിനാണ് വളർത്താറ് എന്നുള്ളതാണ്. അപ്പൊ ഇതില് ഏത് അനിമലിനെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റ് ആയിട്ട് വളർത്താൻ വേണ്ടി ഇഷ്ടം, നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ പെറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ഇതിലൊരു ആനിമലിനെ കൊണ്ടുവരാൻ ഇഷ്ടമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ഏത് ആനിമലിനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്? ദെൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് എന്ത് പേരാണ് കൊടുക്കുക എന്നുള്ളത് കൂടെ ചോദിക്കുന്നുണ്ട് അല്ലെ. ആനിമലിന് നിങ്ങൾ എന്ത് പേര് വിളിക്കും? അപ്പൊ ഇവിടെ ഫിഷ് ഉണ്ട്, ലയൺ, ഡോഗ്, ഹോഴ്സ് ആൻഡ് ഡിയർ. ഇത്രയും ആനിമൽ ഉണ്ട് അല്ലെ. ഫിഷ്, ലയൺ, ഡോഗ്, ഹോഴ്സ്, ഡിയർ, ഇത്രയും ആനിമൽ ആണ് ഉള്ളത്. ഇതിൽ ഏതിനെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? നിങ്ങൾ നിങ്ങളുടെ പെറ്റ് ആയിട്ട് വളർത്താൻ വേണ്ടിയിട്ട് ഏതിനെയാണ് ഉദ്ദേശിക്കുന്നത്? ദെൻ അതിന് നിങ്ങൾ കൊടുക്കാൻ എന്ത് പേരാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏതിനെയാണോ പെറ്റ് ആയിട്ട് വളർത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? ലിസൺ. നമ്മുടെ ലയണും ഡിയറും ഒക്കെ എന്താണ്? കാട്ടിൽ തന്നെ ഉണ്ടാകുന്നതാണ് അല്ലെ. പക്ഷെ നമ്മുടെ വീട്ടിൽ വളർത്തുന്നത് ഫിഷും ഡോഗും ഒക്കെയാണ്. ദെൻ ഹോഴ്സും നമ്മൾ ചില വീടുകളിലൊക്കെ ഉണ്ടാകാറുണ്ട്. ദെൻ ഇതിൽ ഏതിനാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിന് നിങ്ങൾ ഒരു സർക്കിൾ ചെയ്യുക. ദെൻ അതിന് ഒരു പേരും കൊടുക്കുക അല്ലെ. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഡോഗ് ഉണ്ടെങ്കിൽ നമ്മൾ പല പേരും കൊടുക്കും അല്ലെ. അപ്പു, കൈസർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലതരം പേരുകളിൽ നമ്മൾ നമ്മുടെ വീട്ടില് നായയെ വിളിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആനിമലിനെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുക. അതിന് എന്ത് പേരാണ് നിങ്ങൾ കൊടുക്കുക എന്നുള്ളത് അവിടെ എഴുതാം. ഓക്കെ. ഇപ്പൊ ഡോഗ് ആണെങ്കിൽ ഡോഗിനെ സർക്കിൾ ചെയ്യുക. എന്നിട്ട് അവിടെ അതിനെ വിളിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര്, നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോ പലതരം ഡോഗുകൾ ഉണ്ടാവാം അല്ലെ. അതിന് നിങ്ങൾ വിളിക്കുന്ന പേരുണ്ടാകാം. അപ്പു എന്ന് വിളിക്കാം അല്ലെ. അങ്ങനെ പല പേരുകളിൽ നമ്മൾ ഡോഗിനെ ഒക്കെ വിളിക്കും. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏതാണോ, നിങ്ങൾക്ക് ഒരു പെറ്റ് ഉണ്ട് എന്നെങ്കിൽ അതിന് നിങ്ങൾ എന്ത് പേരാണ് ഇടുക എന്നൊക്കെയാണ് ചോദിക്കുന്നത്. സിമ്പിൾ. ഇറ്റ് ഇസ് ഫോർ ജസ്റ്റ് ആൻ ആക്ടിവിറ്റി. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ആക്ടിവിറ്റി തന്നു എന്നേ ഉള്ളൂ. ഓക്കെ. ആയോ? എല്ലാവരും എഴുതിയോ അത്? ദീക്ഷിത് എന്താ ചെയ്തത്? ദീക്ഷിത് എന്ത് പേരാ ഇട്ട് കൊടുത്തേ? ഡോഗിനെയാണോ ഫിഷിനെയാണോ ഇഷ്ടപ്പെട്ടത് അതില്? ഡോഗാണോ? ഡോഗ്. എന്താണ് ഒരു നെയിം കൊടുത്തിട്ടുള്ളത് ഡോഗിന്? എന്ത് പേരാണ് കൊടുത്തത് ദീക്ഷിത്? ദീക്ഷിത് ഓക്കെ ലിസൺ. അപ്പൊ എല്ലാവരും ഇത് ചെയ്തില്ലേ?
ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പെറ്റിനെ റൗണ്ട് ചെയ്യുക. ദെൻ അതിന് നിങ്ങൾ എന്ത് പേര് പറയും എന്നുള്ളതാണ്. റിച്ചാർഡ് മോൻ എന്താണ് ചെയ്തത്? ഏതിനാണ് റൗണ്ട് ചെയ്തത് റിച്ചാർഡ്? ഡോഗ്. എന്താണ് പേര് കൊടുത്തത് ഡോഗിന്? ഓക്കെ. അപ്പൊ റിച്ചാർഡിന് ഒരു ഡോഗിനെ ഇഷ്ടപ്പെട്ടു. ദെൻ ഡോഗിന് റൗണ്ട് ചെയ്ത് ഒരു പേരൊക്കെ കൊടുത്തു. ഓക്കെ ലിസൺ, നമുക്ക് ഇനി എന്ത് ചെയ്യാം? പോർഷനിലേക്ക് പോവാം അല്ലേ? അതൊട്ടും എന്താണ്, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ആണ്. ഇറ്റ്സ് നോട്ട് ആൻ ഇമ്പോർട്ടന്റ് വൺ. ഓക്കെ ഓക്കെ ലിസൺ, ലെറ്റ് മീ സ്റ്റാർട്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. പോർഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. We see many animals around us. Cows, bullocks, horses, ducks, and hens are some farm animals. Some farm animals gives us food. എന്താണ്? Let us about farm animals. Cow, bullocks, horses, ducks. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മുടെ വളർത്തു മൃഗങ്ങളാണ് അല്ലേ? ഇതിനൊക്കെ നമ്മൾ ഫാം അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൗവിനും കാളയ്ക്കും ഹോഴ്സിനും ഒക്കെ എന്തുണ്ട്? ഫാം ഉണ്ട് അല്ലെ? കോഴികളെയും നമ്മൾ പശുക്കളെയും ഒക്കെ ഫാം ആനിമൽസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെ? ഇതൊക്കെ ഫാം ആനിമൽസ് ആണ്. ആൻഡ് ദെൻ സം ഫാം ആനിമൽസ് ഗിവ്സ് us ഫുഡ്. ചില ഫാം ആനിമൽസ് നമുക്ക് എന്ത് തരും? ഫുഡ് തരും എന്നാണ് പറയുന്നത്. ഫുഡ് മീൻസ് നോക്കാം നമുക്ക്. കൗ ഗിവ്സ് മിൽക്ക്. പശു എന്ത് തരും? നമുക്ക് പാല് തരും അല്ലേ? മിൽക്ക് ഇസ് ഫുഡ്. അപ്പൊ പശു നമുക്ക് എന്ത് തരാറുണ്ട്? പാല് തരാറുണ്ട്. Then hens lay egg. Hen is also a farm animal. So hen lay eggs. കോഴികൾ എന്ത് ചെയ്യും? മുട്ടയിടാറുണ്ട് അല്ലേ? ഹെൻ, കോഴി മുട്ടയിടും. അതെന്താണ്? നമ്മുടെ ഫുഡാണല്ലേ? മുട്ടകളൊക്കെ കഴിക്കാറുണ്ടോ? കോഴിമുട്ട കഴിക്കുന്ന എത്ര പേരുണ്ട്? കോഴിമുട്ടയൊക്കെ കഴിച്ചാലാണ് നല്ല സ്ട്രോങ് ആവുക അല്ലെ? നല്ല മസിലൊക്കെ വരും അല്ലേ റിച്ചാർഡ്? കഴിക്കാറുണ്ടോ റയാൻ? കോഴിമുട്ട കഴിക്കാറുണ്ടോ? ഓക്കെ, കുറെ പേര് കോഴിമുട്ടയൊക്കെ കഴിക്കാറുണ്ട് അല്ലെ? കോഴിമുട്ടകളൊക്കെ കഴിച്ചാൽ നമ്മൾ എന്താവും? നല്ല സ്ട്രോങ് ആവും. അപ്പൊ ചില ഫാം ആനിമൽസ്, സം ഫാം ആനിമൽസ് ഗീവ്സ് us ഫുഡ്. ചില ഫാം ആനിമൽസ് നമുക്ക് എന്ത് തരും എന്നാണ് പറയുന്നത്? ഫുഡ് തരുമല്ലേ? ഭക്ഷണം തരുമല്ലേ? അതെന്തൊക്കെയാണ്? ഭക്ഷണം എന്ന് വെച്ചാല് ചോറും കറിയും ഒന്നും തരുമെന്നല്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് അല്ലേ? അതെന്താണ്? ചില പശുക്കൾ എന്ത് തരും? പാല് തരും. കോഴികൾ മുട്ടയിടും. താറാവ് എന്താണ്? താറാവും മുട്ട തരാറുണ്ട്. അങ്ങനെയുള്ള ഫുഡാണ് മീൻ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ കോഴിമുട്ട, പശുവിന്റെ പാല്, ഇതൊക്കെയാണ് നമുക്ക് ഈറ്റബിൾ ആയിട്ടുള്ള നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത്. Then some farm animals help us in our work. ചില ഫാം ആനിമൽ എന്ത് ചെയ്യും? നമുക്ക് ജോലി ചെയ്യുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലെ? ചില ഫാം ആനിമൽസ് നമ്മൾ ചെയ്യുന്ന ജോലികളിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യാറ്. എന്താണ് മോളെ ഐഫൂന? ഏതൊക്കെയാണ്? ഫിഷിനും ഓക്കെ, ഫിഷും ഐഫൂന സർക്കിൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇങ്ങോട്ട് ശ്രദ്ധിക്കട്ടെ മോളെ. ഓക്കെ, അപ്പൊ then some farm animals help us in our work. നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫാം ആനിമൽസും ഉണ്ട് അല്ലേ? നമ്മൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ആനിമൽസ് ഉണ്ട്. The ox plow the land. എന്ത് ചെയ്യും? കാളകളൊക്കെ നിലം ഉഴുത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യും അല്ലേ? നിങ്ങൾ ചിലപ്പോ കണ്ടിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നാലും നിങ്ങൾ പിക്ചേഴ്സിലോ ദെൻ എവിടെയെങ്കിലും ബുക്സിലോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നമ്മുടെ പുസ്തകത്തിലും തന്നിട്ടുണ്ട് അല്ലെ? ഒരു ഫാർമർ എന്ത് ചെയ്യുന്നുണ്ട്? കാളകളെ കൊണ്ട് ഇങ്ങനെ നിലം കൃഷി ചെയ്യാൻ വേണ്ടി റെഡിയാക്കുന്നുണ്ട് അല്ലെ? The ox plow the land. ആനിമൽ ആണ് ഓക്സ്. ഓക്സ് എന്ത് ചെയ്യുന്നു? നിലം ഉഴുത് റെഡിയാക്കുന്നു അല്ലെ? അപ്പോ ഫാർമർക്ക് കൃഷി ചെയ്യാൻ വേണ്ടി നിലമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നന്നായിട്ട് കലപ്പ കൊണ്ട് അല്ലേ? നിങ്ങൾക്ക് അറിയാമോ കലപ്പയൊക്കെ? കലപ്പ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആനിമൽസിനെ ഉപയോഗിച്ചിട്ട് നിലം വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അല്ലെ? അത് എന്തിനു വേണ്ടിയിട്ടാണ്? കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
കൃഷി ചെയ്താലാണ് അവർക്ക് അതിൽ നിന്ന് എന്താണ് പ്രോഫിറ്റ് ഒക്കെ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് അവർ ആനിമൽസിനെ യൂസ് ചെയ്യുന്നു. സോ സം ആനിമൽസ് ഹെൽപ്പ് us in our work. നമ്മുടെ ജോലികളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മൃഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. Then donkey carry loads. What do you mean by a donkey? Donkey എന്ന് വെച്ചാൽ എന്താണ്? donkey അറിയാമോ? എന്താണ് അലൻ? കഴുത അല്ലേ? ഓക്കെ ഓക്കെ, കഴുതയാണ് അല്ലേ ഡോങ്കി. അപ്പൊ ഡോങ്കി എന്ത് ചെയ്യും? ക്യാരി ലോഡ്സ്. നമ്മുടെ ലോഡ്സ് അല്ലേ, നമുക്ക് എന്തെങ്കിലും സാധനം ഒക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുണ്ടെങ്കിൽ ആരാ ഹെൽപ്പ് ചെയ്യാ? ഡോങ്കി അല്ലേ. അവര് ക്യാരി ലോഡ്സ്, അവരെന്ത് ചെയ്യും? നമ്മുടെ ഈ ലോഡൊക്കെ അവരുടെ പുറത്ത് വെച്ചിട്ട് കൊണ്ടുപോകും. ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോകാനുണ്ടെങ്കിൽ അവര് ഡോങ്കീസ് ഒക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അവരുടെ പുറത്ത് നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ച് എടുത്തിട്ട് അവരങ്ങനെ നടന്നു പോകും അല്ലേ ഡോങ്കി. Then bullocks and horses pull cart. എന്താണ്? bullocks and horses pull carts. ചില കുതിരകളൊക്കെ എന്ത് ചെയ്യും? വണ്ടി വലിക്കും അല്ലേ. കുതിരവണ്ടിയും കാളവണ്ടിയും ഒക്കെ ഉണ്ട് അല്ലേ. കുതിരവണ്ടിയും കാളവണ്ടിയും ഒക്കെ നിങ്ങള് കണ്ടിട്ടുണ്ടോ? പിക്ചേഴ്സ് കണ്ടിട്ടുണ്ടാവും. ചിലപ്പോ ഫിലിമിലോ ടിവിയിലോ മറ്റോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. കുതിരവണ്ടിയും കാളവണ്ടിയും ഒക്കെ ഉണ്ട്. അവരൊക്കെ വണ്ടി വലിച്ച് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞത് ഫാം ആനിമൽസ് ആണ്. ഏതൊക്കെ? കൗ, ബുള്ളോക്ക്, ഹോഴ്സ്, ഡക്ക്, ഹെൻ. ഇതൊക്കെ ഫാം ആനിമൽ ആണ്. അവരൊക്കെ നമ്മുടെ വീട്ടിൽ വളർത്തും. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവരെ വളർത്താറ് അല്ലേ. നമ്മൾക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാവും ഇവരെ കൊണ്ട്. അപ്പൊ ഇവരെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വളർത്തുക. സോ ദേ കോൾഡ് ഫാം ആനിമൽസ്. ആൻഡ് സം ഓഫ് ദ ഫാം ആനിമൽസ് ഗിവ്സ് us ഫുഡ്. ചില ഫാം ആനിമൽസ് നമുക്ക് എന്ത് തരും? ഫുഡ് തരും, ഭക്ഷണം തരും അല്ലേ. then ചില ഫാം ആനിമൽസ് നമ്മളെ ജോലി ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. നമ്മൾ വർക്ക് ചെയ്യുന്നതിന് നന്നായിട്ട് ചില ഫാം ആനിമൽസ് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ. then ഷെൽട്ടർ ഫോർ ഫാം ആനിമൽസ്. നമ്മുടെ വീട്ടിലെ ഇങ്ങനെയുള്ള വളർത്തു മൃഗങ്ങൾക്ക് എന്ത് വേണം? അവർക്കൊരു ഷെൽട്ടർ വേണം അല്ലേ. വി ഓൾ ആർ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് വി ഹാവ് എ ഷെൽട്ടർ. ജസ്റ്റ് ലൈക്ക് ദാറ്റ് അവർ ആനിമൽസ് ഹാവ് എ ഷെൽട്ടർ. നമ്മുടെ മൃഗങ്ങൾക്കും എന്ത് വേണം? ഒരു ഷെൽട്ടർ വേണം അല്ലേ. വീട് വേണം അല്ലേ അവർക്ക് താമസിക്കാൻ. നമ്മൾ വെറുതെ മുറ്റത്തൊക്കെയാണോ നമ്മുടെ പെറ്റ്സിനെ വിടാറ്? അല്ലല്ലോ. നമ്മൾ അവർക്ക് ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കും അല്ലേ. പശുവിന് എന്താണ്? പശുത്തൊഴുത്ത് ഉണ്ടാക്കും. ദെൻ അതുപോലെ കോഴിക്ക് കോഴിക്കൂട്, പട്ടിക്ക് നമ്മൾ പട്ടിക്കൂട് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ എല്ലാ ആനിമൽസിനും, നമ്മുടെ പെറ്റ്സ് ആയിട്ടുള്ള എല്ലാ ആനിമൽസിനും നമ്മൾ ഒരു ഷെൽട്ടർ റെഡിയാക്കി കൊടുക്കാറുണ്ട് അല്ലേ. there are special shelters for farm animals. നമ്മൾ ഈ പറഞ്ഞ ഫാം ആനിമൽസിന് എന്ത് വേണം? സ്പെഷ്യൽ ആയിട്ട് അവർക്കൊരു ഷെൽട്ടർ വേണം. അവർക്ക് വീട് വേണം അല്ലേ. വെറുതെ പുറത്തൊക്കെ കിടത്താൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മൾ അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കണം അല്ലേ. വലിയ വീടാണോ? നോ. ആനിമൽസിന് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഷെൽട്ടർ നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. there are special shelters for farm animals. ഫാം ആനിമൽസിന് എന്ത് വേണം? സ്പെഷ്യൽ ആയിട്ടുള്ള ഷെൽട്ടർ വേണം. then നോക്കാം. അവിടെ ആദ്യത്തെ പിക്ചറിൽ എന്തുണ്ട്? hens are kept in a coop. കോഴികള് എവിടെയാണ് താമസിക്കുന്നത്? കോഴിക്കൂടിനകത്താണ് അല്ലേ. കോഴിക്കൂടിനെയാണ് എന്ത് പറയാറ്? കൂപ്പ് അല്ലേ. പശുത്തൊഴുത്തിലാണോ നമ്മൾ കോഴികളെ വിടാറ്? അല്ലല്ലോ. അവർക്ക് കോഴികൾക്ക് എന്താണ്? നമ്മൾ വേറെ തന്നെ പ്ലേസ് ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കും അല്ലേ. സോ hens are kept in a coop. കോഴികള് കോഴിക്കൂടില് താമസിക്കും അല്ലേ. അവർക്ക് കോഴിക്കൂട് ഉണ്ടാക്കി കൊടുക്കണം. അതിനെയാണ് കൂപ്പ് എന്ന് പറയാ. COOP. നിങ്ങൾ UKG ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ ഇതൊക്കെ? അനിമൽ ഹോംസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അനിമൽ ഹോംസ് പഠിച്ചില്ലേ? ഹെൻ, കൂപ്പ്, ഹോഴ്സ്, സ്റ്റേബിൾ, അങ്ങനെ പഠിച്ചിട്ടില്ലേ നിങ്ങള്? ഓക്കെ, അതാണ് ഹെൻസ് ആർ കെപ്റ്റ് ഇൻ എ കൂപ്പ്. കോഴികള് കോഴിക്കൂടിലാണ് താമസിക്കുക. then horses are kept in a stable. കുതിരകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന, നമ്മൾ റെഡിയാക്കി കൊടുക്കുന്ന ഷെൽട്ടറിനെയാണ് എന്ത് പറയുന്നത്? stable എന്ന് പറയാം. STABLE, stable. Horses are kept in a stable. then cows are kept in a shed. പശുക്കള് താമസിക്കുന്ന പ്ലേസിനെയാണ് നമ്മൾ ഷെഡ് എന്ന് പറയാം. പശുവിന്റെ
വീട് അല്ലെ, പശുത്തൊഴുത്ത് എന്ന് നമ്മൾ പറയും. അതിനെയാണ് ഷെഡ്, കൗ ഷെഡ് എന്ന് പറയാം. പശുക്കൾ താമസിക്കുന്ന പ്ലേസിന്, പശുവിന്റെ ഷെൽട്ടറിനെയാണ് നമ്മൾ ഷെഡ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇതില് hens are kept in coop. കോഴിക്കൂടിനെ നമ്മൾ എന്ത് പറയും? കൂപ്പ്, COOP, കൂപ്പ്, കോഴിക്കൂട്. Then horses are kept in a stable. ഹോഴ്സസ്, കുതിരകളൊക്കെ നമ്മൾ താമസിക്കാൻ വേണ്ടി റെഡിയാക്കി കൊടുക്കുന്ന സ്ഥലമാണ് സ്റ്റേബിൾ. ആൻഡ് കൗസ് ആർ കെപ്റ്റ് ഇൻ എ ഷെഡ്. എവിടെയാണ്? നമ്മുടെ പശുക്കളൊക്കെ ഷെഡിലാണ് താമസിക്കുക. പശുവിന്റെ ഒരു ഷെഡ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു there are lots of animals. ഒരുപാട് animals ഉണ്ട്. some animals are farm animals. ചില മൃഗങ്ങൾ എന്ത് പറയും? farm animals എന്ന് പറയും. Farm animals are cows, bullocks, horses, ducks and hens are some farm animals. And നമ്മൾ നമ്മുടെ പെർട്ടിക്കുലർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലേ, നമ്മൾ ഇവരെ വളർത്തുന്ന എന്തിനാണ്? നമ്മുടെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ, നമുക്ക് എന്തെങ്കിലും യൂസസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫാം ആനിമൽസിനെ വളർത്തുന്നത്. സം ഫാം ആനിമൽസ് ഗിവ്സ് us ഫുഡ്. ചില ഫാം ആനിമൽസ് നമുക്ക് എന്ത് തരും? ഫുഡ് തരും എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അത് എന്തൊക്കെയാണ്? കൗ ഗിവ്സ് us മിൽക്ക്, hen and ducks lay eggs അല്ലെ. പശു ഒക്കെ നമുക്ക് പാല് തരുന്നു. ഹെന്നും ഡക്കും ഒക്കെ എന്ത് ചെയ്യും? മുട്ടയിടാറുണ്ട് അല്ലെ. കോഴിയും താറാവും ഒക്കെ മുട്ടയിടാറുണ്ട്. അത് നമ്മുടെ ഫുഡാണ്. Then some farm animals help in our work. നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില ഫാം ആനിമൽസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവര് എന്തൊക്കെയാണ്? The ox plow the land. നിലം ഉഴാൻ വേണ്ടിയിട്ട് ഓക്സ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നിലം ഉഴുത് റെഡിയാക്കി ഫാർമേഴ്സിനൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. Then donkeys carry loads. കഴുതകൾ എന്ത് ചെയ്യും? ലോഡ് ക്യാരി ചെയ്തിട്ട് they are traveling to one place to another place അല്ലെ. എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? അവര് അവരുടെ തലയിൽ, അവരുടെ പുറത്ത് നമ്മുടെ ലോഡൊക്കെ ക്യാരി ചെയ്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. bullocks and horses, bull carts, അവരെന്ത് ചെയ്യും? വണ്ടി വലിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കുതിരവണ്ടിയും കാളവണ്ടിയും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ആനിമൽസ് നമ്മളെ ഈ വണ്ടി വലിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആനിമൽസും ഉണ്ട്. Then there are some different pet animals have their different shelters. Not pet animals and farm animals. And shelters for farm animals are hen kept in a coop, horses are kept in a stable, cows are kept in a shed. അല്ലേ? ചില കോഴികൾ നമ്മൾ എവിടെയാക്കാറുണ്ട്? കോഴി കൂടില്. Then കുതിരകള് താമസിക്കുന്ന ഷെൽട്ടറിനെയാണ് സ്റ്റാബിൾ എന്ന് പറയാറ്. പശുക്കൾക്ക് നമ്മൾ താമസിക്കാൻ വേണ്ടി റെഡിയാക്കി കൊടുക്കുന്ന സ്ഥലത്തിനാണ് എന്ത് പറയും? ഷെഡ്, കൗ ഷെഡ്. ഓക്കെ. Then പെറ്റ് ആനിമൽസ്. ഇപ്പൊ നമ്മൾ പഠിച്ചത് ഫാം ആനിമൽസിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഫാം ആനിമൽസ് ഏതൊക്കെയാണെന്ന് നിങ്ങളിപ്പോ പഠിച്ചു അല്ലെ. ബുള്ളോക്ക്, കൗ, ഹോഴ്സ്, ഹെൻ, ഡക്ക്, ഇതൊക്കെ ഫാം ആനിമൽസ് ആണ്. ആരാണ് അതൊന്ന് വായിക്കുക ആദ്യം? ഫാം ആനിമൽസ് ഏതൊക്കെയാണെന്നുള്ളത്. അമൃത, can you read the portion? We see many animals around us. അവിടുന്ന് തൊട്ട്. Our pets. We see many animals around us. Cows, bullocks, horse, ducks and hens. Hens are some farm animals. Some farm animals gives us food. Cows gives milk. Hens lay eggs.
Some farm animals help some in our work. The ox plows the land. Donkeys carry loads bullocks and horses pull carts. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? എല്ലാവരും വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ബ്രേക്ക് കിട്ടുമ്പോൾ നന്നായിട്ട് വായിച്ചു നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? വായിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ വായിക്കാൻ കിട്ടാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്താണ്? ടൈം കിട്ടുമ്പോഴൊക്കെ വായിക്കുക. നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ നന്നായിട്ട് വായിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് 1, 2, 3, 4 എത്ര തവണ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ അത്രയും തവണ എന്ത് ചെയ്യണം? നന്നായി വായിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ റീഡിംഗ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, then some pet animals. We are going to study about some pet animals. We studied about the farm animals and then now we are going to study about our pet animals. വളർത്തു മൃഗങ്ങൾ അല്ലേ? The animals we keep at home are called pet animals. നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തുന്ന മൃഗങ്ങളെയാണ് എന്ത് പറയുന്നത്? Pet animals. We already study what is a pet animal. Pet animal is the animal found near our home. നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ ആയിട്ട് ഉണ്ടാകുന്ന നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെയാണ് എന്ത് പറയാം? Pet animals എന്ന് പറയാം. Listen. Hira is Rinku's pet dog. Hira wags his tail when he sees Rinku. He guards their house. Rinku loves Hira. Ali, Lata and Ravi are Rinku's friends. They also have pets. എന്താണ്? നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ പെറ്റ് ആനിമൽസ് ഉണ്ടാവാം അല്ലേ? ചിലപ്പോൾ ഡോഗ് ഉണ്ടാവാം, ഫിഷ് ഉണ്ടാവാം, പാരറ്റ് ഉണ്ടാകാം. അങ്ങനെ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ പെറ്റ് ആനിമൽസ് ഉണ്ടാക്കാം. അതുപോലെ റിങ്കു എന്ന് പറയുന്ന ഒരു ഗേൾ, നിങ്ങളെ പോലെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു ഗേൾ എന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. ഷീ ഈസ് റിങ്കു. റിങ്കു ആരാണ്? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന നിങ്ങളെ പോലെയുള്ള ഒരു കുട്ടിയാണ് റിങ്കു. റിങ്കുവിന് എന്തുണ്ട്? ഹിര എന്ന് പറഞ്ഞ ഒരു പെറ്റ് ഡോഗ് ഉണ്ട്. ഹിര ഈസ് റിങ്കുസ് പെറ്റ് ഡോഗ്. റിങ്കുവിന്റെ വളർത്തു നായയാണ് ആര്? ഹിര. ഹിര ഈസ് റിങ്കുസ് പെറ്റ് ഡോഗ് ആൻഡ് Hira wags his tail when she sees Rinku. റിങ്കുവിനെ കാണുമ്പോഴൊക്കെ ഈ ഹീര എന്ത് ചെയ്യും? wags his tail. എന്ത് ചെയ്യും? വാല് ഇങ്ങനെ ആട്ടും അല്ലേ? നമുക്കറിയാം, നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്നതായ നമ്മൾ എവിടെ കണ്ടാലും എന്ത് ചെയ്യും? അതിന്റെ വാലാട്ടിയിട്ട് നമ്മളോടുള്ള സ്നേഹം അത് എന്ത് ചെയ്യും? കാണിക്കാറുണ്ട് അല്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങളത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? നിങ്ങളുടെ വീട്ടിലെ നായ ഇപ്പൊ വേറെ എവിടുന്നെങ്കിലും നിങ്ങളെ കാണുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ അത് എന്ത് ചെയ്യുന്നറിയോ? അതിന്റെ വാലിങ്ങനെ ആട്ടിയിട്ട് നമ്മളോട് അത് പരിചയമുള്ളത് പോലെ ഭാവിക്കും അല്ലേ? അത്രയും ഫെമിലിയർ ആയ ആളുടെ അടുത്ത് വന്ന് നിന്നിട്ടാണ് അത് എന്ത് ചെയ്യുക? അതിന്റെ വാലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കും അല്ലേ? കണ്ടിട്ടുണ്ടോ അത്? ഇത് നമ്മളെ അറിയാം എന്ന് നമ്മളോട് പറയാണത്. നമ്മളെ ഫെമിലിയർ ആണ്, നമ്മൾ അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആളാണ് എന്ന് നമ്മളോട് പറയാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ വാലാട്ടുന്നത്. നമ്മളെ അതിന് പരിചയമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി. Then he guards their house. Rinku loves Hira. ഡോഗിന്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്താണ്? നമ്മുടെ ഹൗസ് ഗാർഡ് ചെയ്യാന്നുള്ളതാണ് അല്ലെ? നമ്മുടെ വീടിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ എപ്പോഴും ഡോഗിനെ വളർത്തുന്നത് അല്ലെ? വല്ല തീവ്സോ മറ്റേ എന്തെങ്കിലും ആനിമൽസോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഡോഗ് എന്ത് ചെയ്യും? നന്നായിട്ട് ബാർക്ക് ചെയ്യും അല്ലെ? നന്നായിട്ട് കുരയ്ക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്തോ പുറത്ത് ഉണ്ട് അല്ലെ? അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആരോ വരുന്നുണ്ട്. എപ്പോഴും കണ്ട് പരിചയമുള്ള നമ്മളെ കാണുമ്പോൾ നായ വല്ലാതെ കുരയ്ക്കാറുണ്ടോ? ഇല്ല. നമ്മളെ അതിനറിയാം.
പക്ഷെ അറിയാത്ത ആൾക്കാരെ കാണുമ്പോ എന്ത് ചെയ്യും? നായ നന്നായിട്ട് ബാർക്ക് ചെയ്തിട്ട് നമ്മുടെ വീട്ടുകാരെ ഇൻഫോം ചെയ്യും അല്ലെ, ആരോ വരുന്നുണ്ട് എന്ന്. അപ്പൊ ഈ ഹീരയുടെ ഡ്യൂട്ടി എന്താണ്? റിങ്കുവിന്റെ ഹൗസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ റിങ്കുവിന് ഹീരനെ വളരെ ഇഷ്ടമാണ്. ദേ ബോത്ത് ആർ വെരി ലവ്ലി. അപ്പൊ നമ്മുടെ റിങ്കുവിന്റെ പെറ്റ് ഡോഗ് ആണ് ഹീര. നിങ്ങൾക്ക് എത്ര പേർക്ക് പെറ്റ് ഡോഗ് ഉണ്ട്? പെറ്റ് ഡോഗ് നിങ്ങൾ വളർത്തുന്ന നായ എത്ര പേർക്കുണ്ട് വീട്ടില്? ഓക്കെ, നമ്മുടെ അമൃതയ്ക്ക് ഉണ്ട് അല്ലേ? ഓക്കെ, അമൃതയുടെ അടുത്തൊരു പെറ്റ് ഡോഗ് ഉണ്ട്. എന്താണ് അമൃത പെറ്റ് ഡോഗിന്റെ പേരെന്താണ്? രണ്ട് നായുണ്ട്, ഒന്ന് അപ്പു ഒന്ന് റാണി. നമ്മുടെ അമൃതയ്ക്ക് രണ്ട് പെറ്റ് ഡോഗ്സ് ഉണ്ട്. വൺ ഈസ് അപ്പു ആൻഡ് അനദർ ഈസ് റാണി അല്ലേ? രണ്ട് പെറ്റ് ഡോഗ് ആണ് ഉള്ളത് നമ്മുടെ അമൃതയ്ക്ക്. എപ്പോഴും എന്താണ് നമ്മുടെ വീടിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? ഈ ഡോഗ് ആണ് അല്ലേ? നമ്മൾ എവിടെയെങ്കിലും പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടില് പരിചയമില്ലാത്ത ആരെങ്കിലും വരികയാണെങ്കിൽ നായ വല്ലാതെ ബാർക്ക് ചെയ്ത് ബഹളം വെച്ച് സൗണ്ട് ഒക്കെ ഉണ്ടാക്കും അല്ലേ? സോ പെറ്റ് ഡോഗ്, രണ്ട് പെറ്റ് ഡോഗ് ആണ് നമ്മുടെ അമൃത കുട്ടിക്കുള്ളത്. ഇനി ആർക്കാ ഉള്ളത് പെറ്റ് ഡോഗ്? ആർക്കെങ്കിലും ഉണ്ടോ? സൽമാൻ നാസർ, എന്താണ് മോനെ? എന്താണ് വെറുതെ കൈപൊക്കിയതാണ് അല്ലേ? യു ഹാവ് എ പെറ്റ് ഡോഗ്? നോ. Then ഷാബറ, എന്താണ് മോളെ? മിസ് ഡോഗ് അല്ലില്ലത്, പിന്നെന്താണ്? ഏതാണ്? പശു. ഓക്കെ, ഷാബറയുടെ വീട്ടിൽ എന്താണ്? കൗ ആണുള്ളത് അല്ലേ? ഓക്കെ ഫൈൻ. അപ്പൊ എന്താണ്, ഓരോരുത്തർക്കും ഓരോ പെറ്റ്സ് ഉണ്ടാവാം. ചിലപ്പോൾ ഡോഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാറ്റ് ആയിരിക്കാം, പാരറ്റ് ആയിരിക്കാം, ഫിഷ് ആയിരിക്കാം. എത്ര പേരുടെ വീട്ടിൽ ഫിഷ് ഉണ്ട്? യുവർ പെറ്റ്സ് ഫിഷ്. ഓക്കെ, അമൃതയുടെ അടുത്തുണ്ട്, റയാന്റെ അടുത്തുണ്ട്, അയാൻ വിജേഷിന്റെ അടുത്തുണ്ട്, ദേവർഷയുടെ വീട്ടില് ഐഫൂന, അൻവിത, അമൻ മാധവ്, സെറ മരിയ, ഷൗബറ, ഹാദി ഹൈദർ, ഓക്കെ, നമ്മുടെ ഹാദിയ റഷീദ്, എല്ലാവരുടെ അടുത്തും ഉണ്ട് അല്ലേ? കുറെ പേരുടെ അടുത്ത് റിച്ചാർഡ്, കുറെ പേരുടെ അടുത്തുണ്ട്. മിസ്സിന്റെ അടുത്ത് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല, ചത്തുപോയി. രണ്ടെണ്ണം ഉണ്ടായിരുന്നു, രണ്ടും ചത്തുപോയി. സോ നമ്മള് ചിലപ്പോ പെറ്റ് ഡോഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിഷ് ആയിരിക്കാം. അങ്ങനെ നമ്മൾക്ക് ഓരോരുത്തർക്കും എന്തുണ്ട്? പെറ്റ്സ് ഉണ്ട്. അതിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ടൈം ഇതാ കഴിയാൻ വേണ്ടി പോവാണ്. നമ്മുടെ ടൈം ഇതാ ഏകദേശം കഴിഞ്ഞു. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ പെറ്റ്സ് ആണ് ഉള്ളത് എന്നൊക്കെ നോക്കിയിട്ട് വരിക. നമ്മളുടെ ഇതുവരെ എടുത്ത പോർഷനും ദെൻ എടുക്കാൻ പോകുന്ന പാർട്ടും എന്ത് ചെയ്യണം? നന്നായി വായിച്ചിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരാൻ വേണ്ടി. നിങ്ങളുടെ റീഡിങ് ഇംപ്രൂവ് ചെയ്യാൻ ഒറ്റൊരു വഴിയേ ഉള്ളൂ. അതെന്താണ്? നന്നായിട്ട് വായിക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പൊ നന്നായിട്ട് വായിക്കണം. Then see you in the next class. Okay, നന്നായിട്ട് വായിച്ചു നോക്കുക. റീഡിങ് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നന്നായി വായിക്കുക. സോ ഇപ്പൊ എടുത്ത പോർഷൻ ഒക്കെ വായിച്ചു നോക്കുക. സിമ്പിൾ ആണ്, ഒന്നുമില്ല. പെറ്റ് ആനിമൽസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ നന്നായി പഠിച്ചിട്ട് വേണം വരാൻ വേണ്ടി. ഓക്കെ.